നാസർക്കയുടെ മകൻ ജനിച്ചതും വളർന്നതും ഒക്കെ ചെതലേത്താണ്. ഇപ്പൊ നിലവിലും ചെതലേത്ത് തന്നെയാണ്. നാസർക്കയുടെ മകനും ഈ സാപ്പിയും ഉറ്റ സുഹൃത്തുക്കളാണ്, ബച്പൻക്ക് ദോസ്താണ്. ഇപ്പോഴും അവര് ഒന്നിച്ച് തന്നെ നടക്കുന്ന ആളുകളാണ്. ബന്ധം മനസ്സിലായില്ലേ? എവിടെ നിന്നാണ് ഈ സാധനം വന്നതെന്ന് മനസ്സിലായില്ലേ? പിന്നെ തീർന്നിട്ടില്ല. ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ബാക്കി നമുക്ക് നോക്കിയിട്ട് അതൊക്കെ പോലെ നമുക്ക് ചെയ്യാം. എന്തായാലും വിളിക്കണ്ടേ. കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പ്. ഒരു പറ്റം ഇഷ്ടപ്പെട്ട് ഫോളോ ചെയ്തിട്ടുള്ള സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള വ്യക്തികളെ പറ്റിച്ച് ജീവിക്കുന്നു. ഈ നാസർ എന്ന് പറഞ്ഞ വ്യക്തിയുടെ ബുദ്ധിമുട്ട് കണ്ട് അദ്ദേഹത്തെ ഒരു ടിക്കറ്റെങ്കിലും എടുത്ത് സഹായിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്ന ജനങ്ങളെ പറ്റിച്ച് കിട്ടേണ്ട പൈസയെക്കാട്ടിലും കൂടുതൽ പൈസ നേടിയെടുക്കാനുള്ള അത്യാഗ്രഹം, അതും ഈ പറയുന്ന നമ്മുടെ നാട്ടിലെ നിയമങ്ങൾക്ക് എതിരായിട്ട് സോഷ്യൽ മീഡിയയിൽ കിടന്ന് കാണിച്ചു കൊണ്ടുവന്നിരിക്കുന്ന കാര്യങ്ങൾ, ഇതിന്റെ ഫുൾ തെളിവുകൾ സഹിതമായിരിക്കും ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഇതിനകത്ത് 2 പേരായിരിക്കും സംസാരിക്കുന്നത്. ഒന്ന് ഹൈദർ എന്ന് പറഞ്ഞൊരു വ്യക്തി, അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ തട്ടിപ്പ് എങ്ങനെ ചെയ്യാമെന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് നമുക്കിടയിലേക്ക് കാണിച്ചൊരു വ്യക്തി. അതുകൂടാതെ ഈ നാസർ എന്ന് പറയുന്ന വ്യക്തിയെയും ഈ ടിക്കറ്റ് അടിച്ചു എന്ന് അവകാശപ്പെടുന്ന ഈ വ്യക്തി ഷാഫി എന്ന് പറയുന്ന വ്യക്തിയെയും അവരുടെ മോനെയും പരിചയമുള്ള ബന്ധമുള്ള ഒരു വ്യക്തി. അദ്ദേഹത്തിന്റെ ടിക്ടോക്കിലാണ് ഇവരുടെ റിലേഷൻ എന്താണ് എന്ന് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്നാൽ നമ്മൾ അത് മാത്രമല്ല കാണിക്കുന്നത്, ആ ഒരു റിലേഷനകത്ത് അത് സത്യസന്ധമായ കാര്യമാണെന്ന് ഈ ചിതലയം, അതായത് സുൽത്താൻ ബത്തേരിയിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ ദൂരമുള്ള ചിതലയം എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ പോയി അന്വേഷിച്ച് നോക്കി എടുത്തു കൊണ്ടുവന്നിട്ടുള്ള തെളിവുകളായിരിക്കും ഞാൻ ഇവിടെ കാണിക്കാനായിട്ട് നിങ്ങൾക്ക് മുന്നിലേക്ക് പോകുന്നത്. ഈ ടിക്കറ്റ് അടിച്ച വ്യക്തി, നിങ്ങൾ അദ്ദേഹത്തിന്റെ 2ാമത്തെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഈ ടിക്കറ്റ് അടിച്ച വ്യക്തിക്ക് ഇന്റർലോക്ക് കട്ടകളുടെ പരിപാടിയാണ്, നിന്ന് ചെയ്യാൻ സമയമില്ല എന്നാണ് പല കാര്യങ്ങളും പറയുന്നത്. പക്ഷെ അവിടെ പോയി തിരക്കപ്പെടുത്തേക്ക് ഇതൊന്നുമല്ല, ആള് സ്വർണ്ണമായിട്ട് ബന്ധപ്പെട്ട് സ്വർണ്ണക്കടയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണെന്നാണ് നമുക്കിപ്പോൾ അവസാനമായിട്ട് കിട്ടിയിരിക്കുന്ന അപ്ഡേറ്റ്. അപ്പൊ നമുക്ക് അധികം നീട്ടിക്കൊണ്ടു പോകാതെ ഈ പുറത്തുള്ള, അതായത് ഇന്ത്യക്ക് പുറത്തുള്ള ഒരു വ്യക്തി ടിക്ടോക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള ഇവരുമായിട്ട് റിലേഷൻ ഉള്ള അല്ലെങ്കിൽ അറിയാവുന്ന വ്യക്തിക്ക് എന്താണ് പറയാനുള്ളത് നമുക്ക് ആദ്യം നോക്കാം. ഇന്റർലോക്കിന്റെ സ്റ്റോണ്ടൊക്കെ വർക്കാണ്. കല്ലിന്റെ മറ്റേ ഈ നിലത്ത് അതൊക്കെ. ഹായ് കുഞ്ഞാനെ, നറുക്കെടുപ്പൊക്കെ കഴിഞ്ഞ് നിങ്ങൾ പൈസ ഒക്കെ പോക്കറ്റിലാക്കി. ഓക്കെ, നിങ്ങൾ വിചാരിച്ചതിന് ആരും പ്രതികരിക്കൂലെന്ന്, പ്രതികരിക്കന്നെ ചെയ്യും. ഈ ഷാഫി അവിടെ അല്ല കുഞ്ഞാനെ, ആരോ പറയുന്നത് മാനന്തവാടിന്ന്. ഈ ഷാഫി അവിടെ അല്ല. ഈ ഷാഫി സുൽത്താൻ ബത്തേരിന്ന് 10 കിലോമീറ്റർ പോലെ ചെതലേന്ന് പറഞ്ഞ ഒരു മഹലുണ്ട്, അവിടെ അല്ലോനാ. ഈ നാസർ എവിടുന്ന കല്യാണം കഴിച്ചേ? ചെതലത്തുനിന്ന്. നാസറിന്റെ മകനാടല്ലേ ചെതലേത്ത്. ഈ ഷാഫി നാസറിന്റെ മകന്റെ ആരാ? ചെങ്ങായി. ഈ ഷാഫിക്ക് എന്താ പണി? സ്റ്റോണിന്റെ പണിയാ? കട്ട വിരിക്കണ പണിയാ? അല്ല, ഓന് ഒരു സ്വർണ്ണപ്പീടിയിലെ പണിക്കാരൻ. ഈ സ്റ്റോൺ വിരിക്കണ ആരാ? കട്ടപ്പണിക്കാരനാരാ? നാസറിന്റെ മകന്. കുഞ്ഞാനും ഈ നാസറിന്റെ മകനും എങ്ങനെ ബന്ധം? ഇവര് ഭയങ്കര ബ്ലോഗർമാരാ. ഈ നാസറിന്റെ മകനും ഒരു ബ്ലോഗറാണ്, ഒരു ത്യാഗം ചെയ്തോന്. ആ പിന്നീട് പറഞ്ഞിട്ടുണ്ട് എല്ലാരും. അപ്പൊ എന്താ വെച്ചാല് ജനങ്ങളെ നിങ്ങൾ ഓമ്പിച്ചോളി, മാറി മറ്റേ ഓമ്പിക്കരുത്. കുഞ്ഞാനെ, ഇതൊരു സിനിമ നടനായിട്ടൊന്നല്ല എന്ന ആൾക്കാർ അംഗീകരിച്ചേ. ഇത് എനിക്ക് ഒരുപാട് ഫോളോവേഴ്സും സബ്സ്ക്രൈബറും ഒക്കെ ആയപ്പോഴും അന്ന ജനങ്ങൾ കൂടെ നിർത്തി. എന്തിന്? ഇങ്ങനത്തെ ചെറ്റത്തരം ചെയ്യാൻ വേണ്ടിയിട്ട്. എന്റെ കുഞ്ഞാനെ, അനക്കും കിട്ടീന ഒരു പങ്ക്. കിട്ടിയില്ല എന്ന് ഒരിക്കൽ പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കൂല. അനക്കും കിട്ടീന്. ഇതേ ഞാൻ ജനിച്ച നാട്ടിലുള്ള ആൾക്കാരാ. അത് സുൽത്താൻ ബത്തേരിന്ന് 10 കിലോമീറ്റർ വരെ ചെതലയത്തെത്തും. അവിടെ പോയിട്ട് നിങ്ങളെ വീഡിയോ കാണിച്ചിട്ട് ചോദിച്ചു നോക്കി ഇതാരാണ്. അപ്പൊ നിങ്ങൾക്ക് പറഞ്ഞൊരു ഇതാരാണ്. എന്റെ ആ മുക്കിത്തൂരിലെ നറുക്കെടുപ്പൽ കണ്ടപ്പോ തന്നെ എനിക്ക് തോന്നിയത് ഇമ്മാതിരി ജനങ്ങളെ ഓമ്പിക്കാന്ന്. ഇതിപ്പോ ഡെയിലി നടക്കുന്നുണ്ടോ? എത്ര പറഞ്ഞാലും ജനങ്ങൾ മനസ്സിലാവില്ല. കേരളത്തിലെ ജനങ്ങളെ ഇവരൊക്കെ വിചാരം എല്ലാരും പൊട്ടന്മാരാണ്. എല്ലാരും പൊട്ടന്മാരൊന്നല്ല, കുറച്ച് ആൾക്കാർ കുറച്ച് മനസാക്ഷി ഇല്ലോലുണ്ട്. ഓലയിൽ പോയി പെടുകയും ചെയ്യും. അപ്പൊ കുഞ്ഞാനൊക്കെ പറയാം, ഇതിന് മറുപടി പറയണം. ഇമാരി ഉളുപ്പില്ലാത്ത പണിയെടുത്തതിന് മറുപടി. എനിക്ക് നല്ല സംഖ്യ കിട്ടീന്. ഇത് എത്ര കിട്ടിയില്ലാറുണ്ടെങ്കിൽ എനിക്ക് നല്ല സംഖ്യ കിട്ടീന്. എന്താ വെച്ചാല് ഇത് മൊത്തം വെറുതെ കിട്ടിയല്ലേ. എന്നിട്ട് ഇത് വിൽക്കാൻ വെച്ചപ്പോഴാരായി നാസറിന്റെ മകന്റെ നമ്പർ ഉണ്ട്, ഈ ഷാഫിന്റെ നമ്പർ ഉണ്ട്, വേറൊരുത്തന്റെ നമ്പറും ഉണ്ട്, ഷാഫിന്റെ ചെങ്ങായിന്റെ. ഇവലെ വാപ്പാരൊക്കെ ഞാൻ അറിയും. അപ്പൊ എന്താ വെച്ചാൽ ഇങ്ങനത്തെ തെണ്ടിത്തരം ചെയ്താല് പ്രതികരിക്കാൻ തന്നെ ചെയ്യും കുഞ്ഞാനെ. ഞാന് ഒരു വാപ്പനെയും പേടി ഉണ്ടാവില്ല. തെറ്റ് കണ്ട തെറ്റായി തന്നെ പ്രതികരിക്കും. അതിന് എനിക്കൊരു വാപ്പനെയും പേടിക്കേണ്ട ആവശ്യമല്ല. പിന്നെന്താ വെച്ചാല് ഇതൊക്കെ തിന്നണങ്ങളുണ്ടല്ലോ, പാവപ്പെട്ട ആൾക്കാരെ പൈസ നിങ്ങൾ ആലോചിക്കാൻ. അതിൽ ഈ നാസർക്ക് പറയുന്നുണ്ട് എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്, ചെറിയ വിഷമമുണ്ട്. അയാൾക്കെന്നെ ഒരു മനസാക്ഷിക്ക് ചെറിയൊരിതുണ്ട്. ശുദ്ധ തന്തയില്ലായ്മ എന്ന് ഇതിന് പറയാൻ പറ്റൂ.
ഈ പാണ്ടിക്കാട് കുഞ്ഞൻ എന്ന് പറയുന്ന വ്യക്തി ഇതിന് ഉത്തരവാദിത്തം പറയണം. കാരണം അദ്ദേഹത്തെ ആരാധിക്കുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന കുറെ എണ്ണമായിരിക്കും ഈ പറഞ്ഞ ടിക്കറ്റ് ഒക്കെ എടുത്തത്. നീ അവരെ ഫ്രോഡ് പരിപാടി കാണിച്ച് പറ്റിച്ചതാ. എന്തായാലും ഈ പാണ്ടിക്കാട് കുഞ്ഞൻ എന്ന് പറഞ്ഞ വ്യക്തിക്ക് നല്ല പൈസ കിട്ടിയിട്ടുണ്ട്. അവന് യൂട്യൂബിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്നും കിട്ടുന്ന പൈസ ഒന്നും പോരാ, പ്രൊമോഷനും പോരാ. ഇതിനെ ഇങ്ങനെ ജനങ്ങളെ ഊമ്പിച്ചും കൂടെ മേടിക്കുന്ന പൈസ അവന് വേണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ പരിപാടിയായിട്ട് മുന്നോട്ട് വന്നത്. ഇവർ മാത്രമല്ല, KL ബിജു ഋതിക എന്ന് പറയുന്ന ആ ഫാമിലി ഉണ്ടല്ലോ, അവരും ഈ സംഭവം പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ മുകേഷ് നായർ, നമ്മുടെ ഇവിടെ ഉള്ള JD, ആ പുള്ളിയും ഈ സംഭവം പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. ഇവർക്കൊക്കെ ഇനി എത്ര കിട്ടിയിട്ടുണ്ട് ഈ സ്കാമിനകത്ത് എന്നുള്ളത് വ്യക്തമായ തെളിവുകൾ സഹിതം പുറത്ത് വരേണ്ട ഒരു കാര്യം തന്നെയാണ്. വീട് വിൽക്കേണ്ടത് ഇതുമാതിരി ജനങ്ങളെ മൊത്തമായിട്ട് പറ്റിച്ചുകൊണ്ടല്ല. ഇനി ഈ ഹൈദർ എന്ന് പറയുന്ന വ്യക്തി ഈ സുൽത്താൻ ബത്തേരിയിൽ നിന്നും 10 കിലോമീറ്ററുള്ള ചിതലയം എന്ന് പറഞ്ഞ സ്ഥലത്ത് ചെന്ന് അന്വേഷിച്ച് നോക്കി ഈ പറഞ്ഞ കാര്യങ്ങളും ഈ ചെയ്ത കാര്യങ്ങളൊക്കെ സത്യസന്ധമായി നടന്ന കാര്യമാണോ, അതോ ഇവർ തമ്മിൽ ഒരു ബന്ധവും ഇല്ലെന്ന്. ഒരു റാൻഡമായിട്ട് ഇത് വന്ന് കണക്ട് ആയി എന്നൊന്നും പറയല്ലേ, അതൊന്നും നമുക്ക് ചിന്തിക്കാനേ പറ്റത്തില്ല. അങ്ങനെ റാൻഡം ആയിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീഡിയോ പറഞ്ഞു, അയ്യോ ഇത് നമുക്ക് അറിയാവുന്ന ആളല്ലേ, ഇവൻ മറ്റേതല്ലേ എന്ന്. സ്വന്തം മകന്റെ കൂട്ടുകാരനായിട്ട് പോലും അത് നിങ്ങൾ ഇട്ട വീഡിയോയിൽ, അതായത് ഈ നാസർ എന്ന് പറയുന്ന നാസർ മുക്കി എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ വരെ ഉണ്ട്. ആ യൂട്യൂബിൽ ഇതിന്റെ പ്രൊമോഷൻ ഇദ്ദേഹം നടത്തിക്കൊണ്ടിരുന്നതാ. ഇതിനുശേഷം ഇവർക്ക് ഈ ഡോക്യുമെന്റ്സ് കൈമാറുന്ന ഒരു നിമിഷമുണ്ട്, അതായത് ഇന്നലെ അതിന്റെ വീഡിയോ വരെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിൽ പോലും ഇത്തരത്തിലൊരു റിലേഷൻ ഉണ്ട് എന്നുള്ളത് ഈ വ്യക്തി പറഞ്ഞിട്ടില്ല. അതിനൊന്നും വ്യക്തമായ ഒരു തെളിവുകൾ നൽകാനോ അതല്ല എന്ന് പറയാനോ ഈ പറയുന്ന വ്യക്തികൾക്ക് കഴിയത്തില്ല. പ്രത്യേകിച്ച് ഈ പറഞ്ഞ പാണ്ടിക്കാട് കുഞ്ഞൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ഒട്ടും കഴിയാത്തൊരു കാര്യമായിരിക്കും. അത്ര ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അല്ല, തെളിവുകൾ ഇതാണ് എന്ന് എടുത്ത് മുന്നോട്ട് വെച്ച് കാണിക്കണം. ഇന്നലെ കഴിഞ്ഞ ദിവസം കാറിനകത്ത് ഇരുന്നുകൊണ്ട് വലിയ കൈമലത്തി ഇങ്ങനെ കാണിക്കുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു. അത് കാണിച്ച ഒരു ആവേശം ഇത് നിങ്ങൾക്കും ഒരു ബന്ധമില്ലാത്ത കാര്യമാണ് എന്ന് കാണിക്കാനൂടെ കാണിച്ചാൽ വളരെ നല്ല കാര്യമായിരിക്കും. ഇനി അവിടെ പോയി അന്വേഷിച്ച് ആ വ്യക്തിയുടെ വീഡിയോ കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ. ഹായ് പ്രിയപ്പെട്ടവരെ, നമസ്കാരം. ഹൈദർ മധൂറാണ്. ഞാനിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരിയിലാണ്. സുൽത്താൻ ബത്തേരിയിൽ നിന്നൊരു 8-9 കിലോമീറ്റർ മാറിയാൽ നമ്മുടെ പ്രിയപ്പെട്ട കഥാപാത്രമായ സാപ്പിയുടെ നാടാണ് ചെതലയം. ചെതലയത്ത് ഒരു പ്രത്യേകത കൂടിയുണ്ട്. എന്താ അറിയോ? പ്രിയപ്പെട്ട കഥാപാത്രമായ നാസർക്ക, ഈ നറുക്കെടുപ്പൊക്കെ ഒരിക്കൽ കൂട്ടിയ നാസർക്ക കല്യാണം കഴിച്ചത് ചെതലയത്ത് നിന്നാണ്. നാസർക്കയുടെ മകൻ ജനിച്ചതും വളർന്നതും ഒക്കെ ചെതലയത്താണ്. ഇപ്പൊ നിലവിലും ചെതലയത്ത് തന്നെയാണ്. നാസർക്കയുടെ മകനും ഈ സാപ്പിയും ഉറ്റ സുഹൃത്തുക്കളാണ്. ബച്ചുപ്പൻക്ക് ദോസ്താണ്. ഇപ്പോഴും അവര് ഒന്നിച്ച് തന്നെ നടക്കുന്ന ആളുകളാണ്. ബന്ധം മനസ്സിലായില്ലേ? എവിടെ നിന്നാണ് ഈ സാധനം വന്നതെന്ന് മനസ്സിലായില്ലേ? പിന്നെ തീർന്നിട്ടില്ല. 13 അതൊന്ന് കേട്ടോ. നിങ്ങൾ എത്ര ടിക്കറ്റ് എടുത്തത്? 13 ടിക്കറ്റ്. നിങ്ങൾ മാത്രം എടുത്ത്? എന്റെ കണ്ണുകളിൽ വല്ലാത്ത വൈബ്രേഷൻ ഇങ്ങനെ ആ വീഡിയോയിൽ അന്ന് വന്നുകൊണ്ടേയിരിക്കുമ്പോ അന്ന് തന്നെ ഞാനത് എടുത്ത് എഡിറ്റ് ചെയ്ത് വെച്ച സാധനമാണ്. നിരവധി തവണ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. കള്ളത്തരം ചെയ്യുമ്പോൾ ഒരുപാട് തവണ ഇത് വൈബ്രേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും എന്റെ പൊന്നുമോനെ സാപ്പി. നീ പറഞ്ഞല്ലേ 13 ടിക്കറ്റുകൾ എടുത്തു എന്നൊക്കെ പറഞ്ഞില്ലേ? ഇതൊക്കെ കൃത്യമായിട്ട് കള്ളമാണെന്ന് മനസ്സിലായി. ഈ 13 ടിക്കറ്റ് എടുത്തത് നീ എന്തായാലും അവിടെ പോയിട്ട് എടുത്തല്ല. കാരണം നീ അവിടെ ആദ്യമായിട്ടാണ് പോയത് എന്ന് നീ ഇന്നലെ പറയുന്നുണ്ട്. അതുകൊണ്ട് നീ ഓൺലൈൻ വഴിയാണ് എടുത്തത്. ഓൺലൈൻ വഴി എടുത്തപ്പോ, വാട്സപ്പ് വഴി എടുത്തപ്പോ, വാട്സപ്പിൽ എടുത്തതിന്റെ നിനക്ക് അയച്ചു തന്നതിന്റെ രേഖകളൊക്കെ കാണണം. പോട്ടെ, അതുണ്ടാവില്ല. കാരണം നീയും ക്ലിയർ ചാറ്റ് അടിച്ചു, അയാളും ക്ലിയർ ചാറ്റ് അടിച്ചു. അങ്ങനെയാണല്ലോ, അങ്ങനെ വരുമല്ലോ. പക്ഷെ വേറൊരു സംഭവമുണ്ട്. എന്താ അറിയോ? നീ ഈ 13 ടിക്കറ്റിന് വേണ്ടി ഗൂഗിൾ പേ അടിച്ചു കാണുമല്ലോ അല്ലേ? ഗൂഗിൾ പേ അടിക്കാതെ എന്തായാലും തരില്ലല്ലോ. അമ്മായിന്റെ മോനൊന്നുമല്ലല്ലോ. ആദ്യമായിട്ട് അറിയുന്ന അയാളെ സഹായിക്കാൻ വേണ്ടി തന്നെയാണല്ലേ. അപ്പൊ ഗൂഗിൾ പേയിൽ ഈ ഗൂഗിൾ പേ എന്ന് പറയുന്ന സാധനത്തിന് ഈ ബാങ്ക് ഹിസ്റ്ററി ഉണ്ടാവൂലേ? ആ 13 ടിക്കറ്റിന്റെ ബാങ്ക് ഹിസ്റ്ററി ഒന്നും നിനക്ക് കാണിക്കാൻ പറ്റുമോ? ചെതലയത്ത് നിന്ന് കല്യാണം കഴിച്ച നാസർക്കയുടെ മകന്റെ ഉറ്റ സുഹൃത്ത് സാപ്പി. നിനക്കെന്താ ജോലി? സ്റ്റോണോ? ഈ ചെതലയത്ത് വന്നിട്ട് നിനക്ക് പറയാൻ പറ്റുമോ നിനക്ക് സ്റ്റോണിന്റെ ജോലിയാണെന്ന്? ശുദ്ധ തട്ടിപ്പാണ് മോനെ നീ. നിനക്ക് സ്വർണ്ണക്കടയിലാണ് ജോലി. നീ സ്വർണ്ണക്കടയിലാണ് ജോലി ചെയ്തത്. മക്കളെ, പാണ്ടിക്കാട് കുഞ്ഞാൻ വന്ന് പറഞ്ഞില്ലേ ഞാൻ ആരെയും പറ്റിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞില്ലേ? ഇതിൽ കൂടുതൽ ഈ വീഡിയോ ഒന്നും ചെയ്യാനൊന്നുമില്ല. ഞാൻ ഈ പറഞ്ഞ സുൽത്താൻ ബത്തേരി നിന്റെ കാര്യങ്ങൾ അന്വേഷിക്കാൻ വന്നതുമല്ല. ഞാൻ എന്റെ കാര്യവുമായി ബന്ധപ്പെട്ട് വന്നപ്പോ ഞാൻ ഇതൊന്ന് അന്വേഷിച്ചു നോക്കിയെന്നേ. പാണ്ടിക്കാട് കുഞ്ഞാ, നിങ്ങൾക്ക് ഈ പറഞ്ഞ യൂട്യൂബിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്നും കിട്ടുന്നതൊന്നും പോരല്ലേ? ഇദ്ദേഹം പറഞ്ഞതിനകത്ത് ഒരു ക്ലിയർ എവിഡൻസ് ഉണ്ട്, അതായത് ഗൂഗിൾ പേ ട്രാൻസാക്ഷൻ. കാരണം ഇവർ നേരിട്ട് ആദ്യമായിട്ട് ആ സ്ഥലത്ത് വരുന്നതെന്ന് അവർ ആ വീഡിയോ പറയുന്നുണ്ട്. അപ്പൊ പിന്നെ ആ ഗൂഗിൾ പേ ട്രാൻസാക്ഷൻ ഒന്ന് കാണിച്ചു തരണം നിങ്ങൾ 13 ടിക്കറ്റ് എടുത്തതിന്റെ. കാരണം ഈ റാൻഡമായിട്ട് ഇത്രയും ഡീപ്പായിട്ട് ബന്ധമുള്ള ഒരാൾ ഇടയിലേക്ക് വന്നതാണല്ലോ. അതായത് നാസർ എന്ന് പറഞ്ഞ വ്യക്തി കല്യാണം കഴിച്ചിരിക്കുന്ന ഭാര്യ വീടിന്റെ തൊട്ടടുത്തുള്ള ഒരു വ്യക്തി, ആ വ്യക്തിയും ഈ വ്യക്തിയുടെ മകനുമായിട്ട് ഫ്രണ്ട്സ്.
എന്തോ വേണം? നിങ്ങൾക്ക് തമ്മിൽ ആ വീട് ഇടപാട് നടത്തണമെങ്കിൽ അങ്ങ് നടത്തണമായിരുന്നു. എന്തിനീ ബാക്കിയുള്ള ജനങ്ങളുടെ ഈ പറയുന്ന കേരളത്തിലുള്ള ബാക്കി 3.5 കോടി ജനങ്ങൾക്ക് പൈസയും കൂടെ നിങ്ങൾ പുടുങ്ങാനായിട്ട് നോക്കിയത്? അതിനകത്ത് എത്ര പേര് നിങ്ങളുടെ ദയനീയ അവസ്ഥ നിങ്ങൾ വന്ന് കിടന്ന് ആ ചാനലിനകത്ത് ഇങ്ങനെ കിടന്ന് കരയുന്നല്ലോ. ആ കരയുന്ന ദയനീയ അവസ്ഥ കണ്ടിട്ടല്ലേ ചെയ്തത്? ഇതുപോലെ ഒരുപാട് നടക്കുന്നുണ്ട്. ഇവിടെ ബാങ്ക് നാളെ ജപ്തി ചെയ്യാനായിട്ട് ഇന്ന് എത്ര വീടുകളാണോന്നറിയോ? ഇവരെല്ലാം ഇങ്ങനെ തുടങ്ങിയാൽ എന്തോ ചെയ്യും? അത്യാവശ്യമെങ്കിലും കോമൺ സെൻസ് ഉപയോഗിക്കണം. എന്നെക്കാട്ടിലും ഒക്കെ 10-20 വയസ്സ് പ്രായമൊക്കെ മൂത്തവരാ കിടന്ന് കാണിക്കുന്ന പരിപാടിയൊക്കെ കണ്ടില്ലേ? ഈ വീട് വിൽക്കാൻ വന്നവരൊക്കെ ഇങ്ങനെയാണ് കാണിക്കേണ്ടത്. എല്ലാവർക്കും പ്രാരാബ്ദമുണ്ട്, എല്ലാവർക്കും ബുദ്ധിമുട്ടുമുണ്ട് എന്ന് പറഞ്ഞ് ജനങ്ങളെ ഇങ്ങനെയാണെന്ന് പറ്റിക്കത്തില്ല.